കെ സജീഷ്, ഇപ്പോൾ ലീഗിന്റെ അഭിപ്രായം ഈ വിഷയത്തിൽ എന്താണ് എന്നത് കേട്ടല്ലോ. അതായത് ജമാഅത്തെ ഇസ്ലാമിയെയോ SDP-യെയോ പേരെടുത്തുകൊണ്ടുള്ള വിമർശനങ്ങൾ അത് കണ്ടുവരുന്നതാണ്. നമ്മൾ അത് RSS ആയാലും നടത്തുന്നുണ്ട്, BJP ആയാലും നടത്തുന്നുണ്ട്, CPIM ആയാലും നടത്തുന്നുണ്ട്. പക്ഷേ വിജയരാഘവൻ വളരെ തന്ത്രപരമായി ആ രണ്ട് സംഘടനകളുടെയും പേരുപയോഗിക്കാതെ വർഗീയ ചേരിയുടെ സാന്നിധ്യം എന്ന് പരത്തി പറഞ്ഞത് അത് ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണമായാണ് അവർ കാണുന്നത്. ഇത് CPIM-നെ കൂടുതൽ പ്രതിരോധത്തിലാക്കി ഇപ്പോൾ പിന്തുണച്ച TP രാമകൃഷ്ണനും ഒപ്പം PK ശ്രീമതിയും MV ഗോവിന്ദൻ എന്ന പാർട്ടി സെക്രട്ടറിയും ഒക്കെ എടുക്കുന്ന ഈ നിലപാട് അത് എങ്ങനെയായിരിക്കും ഇനി അങ്ങോട്ടുള്ള കാലയളവിൽ പ്രതിഫലിക്കുക? പാർട്ടിക്ക് പ്രതിരോധം തീർക്കേണ്ടി വരില്ലേ സജീഷ്? സ്വീകരിക്കുന്ന നിലപാടിന് നേരത്തെയുള്ള തെരഞ്ഞെടുപ്പ് ചരിത്രം കൂടി നമുക്ക് പരിശോധിക്കേണ്ടി വരും. CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ വോട്ട് ബാങ്കുകൾ ചോർന്നു പോകുന്നു എന്നൊരു ആശങ്കയുണ്ട്. കഴിഞ്ഞ CPM-ന്റെ ഏരിയ സമ്മേളനങ്ങൾ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ജില്ലാ സമ്മേളനങ്ങളെല്ലാം തന്നെ ഇത് സംബന്ധിച്ചുള്ള വിലയിരുത്തലുകളും വിശകലനങ്ങളും ചർച്ചകളും ഒക്കെ നടക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം CPM-ന്റെ ന്യൂനപക്ഷ പ്രീണനം വലിയ തോതിൽ തിരിച്ചടിയായെന്ന വിലയിരുത്തൽ പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടായ ഒരു കാലമാണ് ഇത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതിനു മുമ്പുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിലും എല്ലാം തന്നെ ന്യൂനപക്ഷങ്ങൾ കൂട്ടത്തോടെ കോൺഗ്രസിലേക്ക് പോയത് വലിയ തിരിച്ചടിയായി CPM കാണുന്നുണ്ട്. അത് ഏക സിവിൽ കോഡ് അടക്കമുള്ള വലിയ പ്രചാരണം കിട്ടുന്ന വിഷയങ്ങളിൽ പോലും ന്യൂനപക്ഷങ്ങൾക്ക് അനുകൂലമായ വളരെ കർക്കശമായ നിലപാട് CPM എടുത്തിരുന്നു. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും എല്ലാം മുന്നിൽ കണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഫലവത്തായില്ല എന്നൊരു വിലയിരുത്തലാണ് പാർട്ടിക്കുള്ളിൽ നടക്കുന്നത്. സ്വാഭാവികമായിട്ടും BJP സംസ്ഥാനത്തുണ്ടാക്കുന്ന വളർച്ച വലിയ ആശങ്ക CPM-ന് ഉണ്ടാക്കുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ അടക്കം നഷ്ടപ്പെട്ടു പോകുമെന്നൊരു ആശങ്ക അതത് ഘടകങ്ങൾ പാർട്ടി നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ രീതിയിൽ തങ്ങളുടെ ഉറച്ച വോട്ട് ബാങ്കുകൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തനം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഭാവിയിലേക്കുള്ള ഒരു നടത്തിപ്പാണ് ഒരുപക്ഷെ ഇപ്പോഴത്തെ CPM-ന്റെ ഈ നിലപാടിന് കാരണമെന്ന് പറയേണ്ടി വരും. വിജയരാഘവൻ പറഞ്ഞതിനെ ഒരു CPM നേതാവും തള്ളിപ്പറയാൻ തയ്യാറായിട്ടില്ല എന്നതിൻ്റെ സൂചകമാണ്. PK ശ്രീമതിയെയും ഒപ്പം തന്നെ MV ഗോവിന്ദൻ അടക്കമുള്ള ആളുകൾ ഇപ്പോൾ ഈ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതേസമയം CPM-ന് ആശങ്കപ്പെടാനുള്ള കാരണങ്ങൾ ഒട്ടേറെയുണ്ട്. കാരണം കഴിഞ്ഞ ദിവസമാണ് UDF CPM-നെ കൃത്യമായി മുസ്ലിം വിരോധ സംഘടനയായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയത്. കഴിഞ്ഞ ദിവസം K മുരളീധരൻ നടത്തിയത് മുസ്ലിങ്ങൾ എന്നാൽ വർഗീയ വോട്ട് എന്ന നിലപാടിലേക്ക് CPM മാറി എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. വിജയരാഘവന്റെ ഈ പ്രസ്താവന CPM നേതാക്കൾ ഒന്നടങ്കം അനുകൂലിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും UDF അത് കൂടുതൽ രാഷ്ട്രീയ ആയുധമാക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു. അതിന്റെ പരിണിതഫലം CPM നേരിടേണ്ടി വരുമെന്ന് ഉറപ്പാണ്. തീർച്ചയായും അതെങ്ങനെയാകും തുടർ പ്രതികരണങ്ങളിലേക്ക് കൂടി നമുക്ക് പോകേണ്ടതുണ്ട്. ഇക്കാര്യത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ വരും മിനിറ്റുകളിൽ, മണിക്കൂറുകളിൽ വരാനിരിക്കുന്നതേയുള്ളൂ. എന്തായാലും വിജയരാഘവൻ ഒറ്റയ്ക്കല്ല, ഒപ്പമുണ്ട് പാർട്ടി. അതാണ് ഇപ്പോഴത്തെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്.